അങ്ങനെ ഹരി പ്ലാൻ ചെയ്ത ആ ദിവസം വന്നെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഹരി തീരുമാനിച്ച പോലെ തന്നെ കൂട്ടുകാരന്മാരോടും രോഹിത്തിനോടും പറഞ്ഞ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഹരിയുടെ ഒരല്പം പോലും ധൈര്യം രോഹിത്തിനില്ല. രോഹിത്തിന് തലേ ദിവസം മുതലേ വല്ലാത്ത ടെൻഷനാണ്. രോഹിത്തിന് അങ്ങനത്തെ ഒരു ആഗ്രഹവുമില്ല. ഹരിയാണ് അവനെ നീ ആണല്ലേ, നീ എന്താണ് ഇങ്ങനെ ഒഴിഞ്ഞു മാറി പോകുന്നത്, നിനക്ക് വേണ്ടിയിട്ടല്ലേ ഞങ്ങളിതെല്ലാം പ്ലാൻ ചെയ്യുന്നത് എന്നെല്ലാം പറഞ്ഞ് ഇവരുടെ വശത്താക്കിക്കൊണ്ടിരിക്കുകയാണ് രോഹിത്തിനെ. ഹരി പ്ലാൻ ചെയ്ത ദിവസം രാവിലെ തുടങ്ങി രോഹിത്തിന് വല്ലാത്തൊരു ടെൻഷനും വിറയലും ഒക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഹരിയെ വിളിക്കുന്നുണ്ട് രോഹിത്ത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടാ ഞാൻ വരണോ, എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ തോന്നുന്നുണ്ട്, അവൾ എഴുന്നേറ്റാൽ എന്ത് ചെയ്യും, അവളിതെല്ലാം മനസ്സിലാക്കിയാൽ എന്ത് ചെയ്യും എന്നെല്ലാം ഫോണിലൂടെ ചോദിക്കുകയാണ് കേട്ടോ രോഹിത്ത്. അപ്പോൾ പെട്ടെന്നാണ് പുറത്ത് അലീന ഇത് കേൾക്കുന്നത്. അപ്പോൾ അവൾ എന്ന് പറയുന്നുണ്ട്, എടാ ഞാനില്ല, ഇതിനൊന്നും എന്നെ കൂട്ടല്ലേ എന്ന് പറയുന്നതും അലീന കേൾക്കുന്നുണ്ട്. അപ്പോൾ അലീനയ്ക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നുകയാണ്. പക്ഷേ എങ്കിലും ഒന്നും വ്യക്തമാകുന്നില്ല താനും. അപ്പോൾ അലീന താഴേക്ക് ഇറങ്ങിപ്പോന്നു. കുറച്ച് സമയത്തിന് ശേഷം തന്നെ അലീനയും അച്ഛനും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അതേ ടൈമിൽ രോഹിത്ത് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ്. ഇറങ്ങി വരുന്നത് കാണുമ്പോൾ തന്നെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, നീ ഇതെവിടേക്കാണ്, ഇന്ന് വല്ലാത്ത നേരത്തെ തന്നെയാണല്ലോ നീ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ രോഹിത്ത് ഇങ്ങനെ എടാന്ന് വിളിക്കുമ്പോഴേക്കും രോഹിത്ത് ഇങ്ങനെ ഞെട്ടുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ അലീനയ്ക്ക് എന്തൊക്കെയോ ഒരു ഡൗട്ട് തോന്നുകയാണ് കേട്ടോ, ഇതുവരെ ഇല്ലാത്ത അവനിലൊരു ഭാവമാറ്റങ്ങളൊക്കെ കാണുമ്പോൾ. അപ്പോൾ അവൻ ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, ഇന്നൊരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, കോളേജിൽ പോകണം, അമ്മയുടെ അടുത്ത് പോകണം, അമ്മയെ കണ്ടിട്ടേ ഞാൻ പോവുള്ളൂ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അവൻ പെട്ടെന്ന് ഇറങ്ങി പോണ നേരത്ത് കൃഷ്ണമോൾ ബാക്കിൽ നിന്ന് പറയുന്നുണ്ട്, എന്തോ അത്ര പന്തിയല്ലോ ഈ പോക്ക് എന്ന് പറയുമ്പോഴും അവന് വല്ലാത്തൊരു ഷോക്കാവുകയാണ് കേട്ടോ ഇവരൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ വണ്ടിയെടുത്ത് അവൻ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ വെച്ചിട്ട് ഹരിയെ വിളിക്കുന്നുണ്ട്, എവിടെയായി എന്തായി കാര്യങ്ങളെന്നൊക്കെ ചോദിക്കാൻ. അപ്പോൾ ഇതേ സമയം അലീന ബാലചന്ദ്രനോട് പറയുകയാണ്, അച്ഛാ എനിക്ക് ഇന്നത്തെ കാര്യത്തിൽ എന്തൊക്കെയോ ഒരു വെല്ലായിക പോലെ. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, അല്ല രോഹിത്തിൻ്റെ ആ പോക്കൊന്നും അത്ര ശരിയല്ലാത്ത പോലെ, അതെന്താ നിനക്ക് അങ്ങനെ തോന്നാൻ കാരണം? ഇല്ല അച്ഛാ, എൻ്റെ ഒരു സംശയമാണ്. എന്തായാലും നോക്കട്ടെ, ഞാനേ ഇപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്, എന്താ അവിടെ സംഭവിക്കണേന്ന് ഞാനും കൂടി ഒന്ന് പോയി നോക്കിക്കാം, അപ്പോൾ നിൻ്റെ സംശയവും ഞാൻ തീർത്ത് തരാം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ഈ സമയത്ത് തന്നെ നമ്മളെ ഹരി വിളിച്ച സ്ഥലത്തേക്ക് ശരണ്യ എത്തുന്നുണ്ട്. ഹരിയും ശരണ്യയും കൂടി സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ശരണ്യയ്ക്ക് ഹരി വാങ്ങിച്ച ആ വാച്ചൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട്, എടി ഇതാണ് കേട്ടോ ഞാൻ അവന് ഗിഫ്റ്റ് കൊടുക്കാൻ വാങ്ങിച്ച വാച്ച്, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ, ഇത് നീയാണ് അവന് ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇത് നടക്കാൻ പോകുന്നത് ഒരു റിയൽ സംഭവമാണെന്ന് അവളിൽ പറഞ്ഞ് ഇങ്ങനെ വിശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അപ്പോൾ തലേ ദിവസം അവൾ പറഞ്ഞിരുന്നല്ലോ അവൾക്ക് നല്ലൊരു ഡ്രസ്സ് മേടിച്ച് കൊടുക്കണം, അതിട്ടിട്ട് വേണം അവൾക്ക് പോകാനെന്നൊക്കെ. അപ്പോൾ ശരണ്യ പറയുകയാണ്, എടാ നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോകണ്ടേ, ഡ്രസ്സ് എടുത്ത് ചേഞ്ചൊക്കെ ചെയ്തിട്ട് വേണ്ടേ നമുക്ക് പോവാനെന്ന് ചോദിക്കുമ്പോൾ ഹരി പറയുന്നുണ്ട്, എടീ എന്തിനാടി ഇനി പുതിയ ഡ്രസ്സ്, ഈ ഡ്രസ്സിൽ നീ എത്ര സുന്ദരിയായിരിക്കുന്നു, ഇനി അത് വേണോ നിനക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവളൊന്ന് ചിണുങ്ങിക്കൊണ്ട്, ഓ മതിയടാ മതി, സോപ്പിട്ടത് മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ കയറി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവൻ്റെ കാറിലാണ് പോകുന്നത്. ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കാട് എന്ന് തോന്നിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് കേട്ടോ. ഒരു എന്താ പറയുക, റബ്ബർ തോട്ടത്തിൻ്റെ കുള്ളിയിലായിട്ടൊരു വീട്ടിലേക്കാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനൊരു സ്ഥലത്തെത്തിയപ്പോൾ തുടങ്ങി ശരണ്യയ്ക്ക് വല്ലാത്തൊരു ടെൻഷൻ ആവുകയാണ്. കാരണം അവിടെ ഒന്നും ഒരു ആൾത്താമസം തോന്നുന്നില്ല, ആരും മറ്റു വീടുകളുള്ളതായിട്ടൊന്നും തോന്നുന്നില്ല. അപ്പോൾ ശരണ്യ ഇവനോട് ചോദിക്കുന്നുണ്ട്, ഹരി ഇത് നമ്മൾ എവിടേക്കായി പോയിക്കൊണ്ടിരിക്കുന്നത്, ഇവിടെ ഒന്നും ഒരു മനുഷ്യന്മാരിവിടെ താമസിക്കുന്നത് പോലെ ഒന്നും തോന്നുന്നില്ലല്ലോ, നിനക്ക് വഴിയൊന്നും മാറിയിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അതെങ്ങനെയാടി ശരണ്യെ എനിക്ക് വഴി മാറുന്നത്, എൻ്റെ കൂട്ടുകാരൻ്റെ വീടല്ലേ, ഇവിടെ അവർ മുൻപ് താമസിച്ചിരുന്നതാ, ഇപ്പം അവർ സിറ്റിയിൽ സെൻറ്ററിൽ തന്നെ വീടൊക്കെ വെച്ച് അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് തറവാട്, അതായത് ഈ വീട്ടിൽ അവർക്ക് കൂടണമെന്ന് തീരുമാനിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്.
ഇതെല്ലാം അവരെ സ്വന്തം. വലിയ പണക്കാരാ മോളെ, നമ്മളെ പോലെ ചില്ലറക്കാരൊന്നും അല്ല. ഓ പിന്നെ ഹരിയേട്ടനല്ലേ? ഹരിയേട്ടൻ ആരാ മോനെന്ന് എനിക്കറിയാം. ഹരിയേട്ടൻ്റെ അച്ഛനും ഗൾഫിൽ നല്ല ബിസിനസ്സാണെന്നൊക്കെ എനിക്കറിയാം. പിന്നെ ഹരിയേട്ടൻ വലിയ ആളായി, അവർ വലിയ ആൾക്കാരാണെന്നൊന്നും പറയാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിച്ചുകൊണ്ട് പോവുകയാണ്. എങ്കിലും ശരണ്യയ്ക്കൊരു ടെൻഷൻ ഉണ്ട് കേട്ടോ, ഇതെങ്ങനെയാണ് ഇവർ ഇവിടേക്ക് പോകുന്നതെന്നൊക്കെ. അപ്പോൾ ശരണ്യ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഹരിയേട്ട എന്നെ പെട്ടെന്ന് ഉച്ചയ്ക്ക് എന്നെ തിരിച്ചു കൊണ്ടുപോയി ആക്കി തരണം എന്നൊക്കെ പറയുമ്പോൾ, എടീ ഉച്ചയ്ക്ക് തന്നെയെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫംഗ്ഷന് പോകുന്നു, അവിടെ കേക്ക് കട്ട് ചെയ്യുന്നു, ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നു, തിരിച്ചു പോരുന്നു, അത്രയേ ഉള്ളൂ. അവരെങ്ങനെ ആ വീടിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ ഇവൾക്ക് എന്തോ ഇങ്ങനെ സംശയം തോന്നിയിട്ട് പറയുകയാണ്, ഇതെന്താ ഹരി, ഒരു ഫംഗ്ഷൻ നടക്കുമെന്ന് പറഞ്ഞ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗമൊന്നും ക്ലിയറേ ആക്കിയിട്ടില്ലല്ലോ, ഇതെന്താ ഇങ്ങനെയൊക്കെ? എൻ്റെ മോളെ, നീ ഇങ്ങനെ ഒരേ സംശയം ചോദിക്കാൻ നിന്നാൽ പോകുന്നത് വരെ അതിനേ സമയം ഉണ്ടാവുള്ളൂ. എടീ ഇതേ അവർ ഇവിടെ പറഞ്ഞില്ലേ, അവരൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് വരുന്നതാണ് ഇവിടേക്ക്. അതാ ഞാനും ചോദിക്കുന്നേ, ഒരു ഫംഗ്ഷനൊക്കെ ആവുമ്പോൾ ഒന്ന് ക്ലീനൊക്കെ ചെയ്തിടണ്ടേ, ഇതെന്താ ഇങ്ങനെയെന്ന്. എടീ അവർക്ക് അതിനുള്ള ആളെ ഒന്നും കിട്ടിക്കാണില്ല, പിന്നെ വലിയൊരു ഫംഗ്ഷനൊന്നും അല്ലല്ലോ, അവൻ്റെ കൂട്ടുകാരായ ഞങ്ങൾ മാത്രം. നീ ഒന്ന് കയറി വന്നേ എൻ്റെ ശരണ്യെ എന്ന് പറഞ്ഞിട്ട് അവളെ കയ്യും പിടിച്ച് അവൻ അകത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അകത്ത് ചെല്ലുമ്പോൾ ടേബിളിൽ കുറച്ച് ബലൂണൊക്കെ ഇട്ടിട്ട് ഒരു കേക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. ചെറിയ രീതിയിൽ ആ ഒരു ബർത്ത്ഡേ അറ്റ്മോസ്ഫിയർ പോലെ അവരൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ശരണ്യയെ പറ്റിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ അവിടെ അവരെ ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെ കാണുമ്പോൾ തന്നെ വലിയ രീതിയിൽ വെൽക്കം ചെയ്യുന്ന പോലെ, ആ കയറി വാടാ, ആ ഇതാണല്ലേ നീ പറഞ്ഞ നിൻ്റെ ആൾ ശരണ്യ, ആ വായോ, എന്തു പറ്റി ശരണ്യ, നീ വല്ലാത്തൊരു ടെൻഷനിൽ? ഒന്നുകൊണ്ടും പേടിക്കണ്ട കേട്ടോ, ഞങ്ങളൊക്കെ തന്നെയല്ലേ ഇവിടെ എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടുത്തെ അങ്കിള് ആൻറ്റി പിന്നെ അവൻ്റെ സിസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, അവരൊക്കെ എവിടെ പോയി എന്ന് ശരണ്യ ചോദിക്കുമ്പോൾ, അവരിതേ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഇവിടെ വെച്ചാണല്ലോ കേക്ക് കട്ടിങ്, അപ്പോൾ അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ് ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ നിന്നേ എന്നൊക്കെ പറയുകയാണ്. ഈ സമയത്ത് അവർ പറഞ്ഞ് തീരുമാനിച്ച പോലെ തന്നെ ശരണ്യയ്ക്കുള്ള കേക്ക് ജ്യൂസിൽ അവർ മയക്കുപൊടി ഇട്ട് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഹരിക്കും അവൾക്കും ഒരുമിച്ച് കൊടുക്കുമ്പോൾ അവൾക്കൊരു ഡൗട്ട് തോന്നുന്നില്ല കേട്ടോ, ഇതിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുമോ എന്നൊന്നും. കാരണം ഹരി അവൾ വിശ്വസിക്കുന്നുമുണ്ട്. പിന്നെ അവർ കൊണ്ടുവന്ന് കൊടുത്ത ജ്യൂസ് അവർ രണ്ടാളും കൂടി ഒരുമിച്ചാണ് കുടിക്കുന്നതും. അപ്പോൾ അങ്ങനെ ഒരു സംശയമൊന്നും തോന്നാതെ തന്നെ അവൾ ആ ജ്യൂസ് മുഴുവൻ കുടിക്കുകയാണ്. ഈ സമയത്ത് കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്, എന്നാൽ നമുക്ക് കേക്ക് കട്ട് ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ ശരണ്യ ചോദിക്കുകയാണ്, അതെന്താ അങ്ങനെ, ഇപ്പം നമ്മൾ മൂന്നാളല്ലേ ഉള്ളൂ, ഇപ്പം ഇവിടെ അങ്കിളും ആൻറ്റിയും സിസ്റ്ററും നിങ്ങളുടെ ബാക്കിയുള്ള കൂട്ടുകാരെങ്കിലും വരണ്ടേ, അതെന്തിനാ ഇപ്പം കട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുകയാണ്, അല്ല ശരണ്യയ്ക്ക് പെട്ടെന്ന് പോകണമെന്ന് ഇന്നലെ തുടങ്ങിയ ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുക, അപ്പോൾ ശരണ്യയ്ക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വെച്ചതും, ശരണ്യയ്ക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്, ഇവൻ്റെ പെണ്ണല്ലേ അപ്പോൾ പിന്നെ ഞങ്ങളത് കാണണമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ശരണ്യ പറയുകയാണ്, അത് കുഴപ്പമൊന്നുമില്ല, എല്ലാവരും വന്നതിന് ശേഷമേ കട്ട് ചെയ്താൽ മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് തന്നെ ഡോറ് തള്ളി തുറന്നുകൊണ്ട് 2-3 ഗുണ്ടകളെപ്പോലെ ഇവർ കയറി വരികയാണ്. അപ്പോൾ കൂടെ രോഹിത്തും ഉണ്ട് കേട്ടോ. കയറി വന്ന പാടെ ഹരിയെ പിടിച്ച് തള്ളിക്കൊണ്ട് ഇവർ ചോദിക്കുകയാണ്, എടാ എന്താണ് ഇവിടെ കാര്യം, ആളില്ലാത്ത വീട്ടിൽ എന്താടാ പരിപാടി, 2-3 ആണുങ്ങളും ഒരു പെണ്ണും കൂടി മാത്രമായിട്ട്. അപ്പോൾ ഇവൾക്ക് ആകെ പേടിയാവാൻ കേട്ടോ. ഇവൾ വേഗം ഹരിയുടെ മറയിലേക്ക് ഇങ്ങനെ ഒളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇവനിങ്ങനെ തള്ളി മാറ്റിക്കൊണ്ട് അതിലൊരുത്തൻ ചോദിക്കുകയാണ്, എന്താടി നിൻ്റെ പേര്, എവിടെയാടി നിൻ്റെ വീട് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവൾ ശരണ്യാന്നാ, എത്രയിലാണ് നീ പഠിക്കുന്നത്, എല്ലാം പഠിക്കാൻ പോകുന്നെന്നും പറഞ്ഞ് രാവിലെ തന്നെ ഇറങ്ങി തിരിച്ചിട്ട് ഇവന്മാരെ കൂടെ കറങ്ങിയടിക്കലാണോ നിൻ്റെ പ്രധാന പരിപാടി എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, ഞങ്ങൾ മാത്രമല്ല ഇവിടുത്തെ അങ്കിളും ആൻറ്റിയും ഒക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നതിനിടയ്ക്ക് തന്നെ ഇവൾക്ക് ആ കുടിച്ച ജ്യൂസിൻ്റെ എഫക്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവൾക്ക് ഇങ്ങനെ തല കറങ്ങുന്ന പോലെയും എന്തോ ബുദ്ധിമുട്ട് പോലെയൊക്കെ തോന്നുകയാണ്. അപ്പോൾ വേഗം തന്നെ ഹരി ഇവളെ സംരക്ഷിക്കുന്ന പോലെ ഇങ്ങനെ പിടിച്ചിട്ട്, അയ്യോ ശരണ്യ എന്തു പറ്റി, നീ പേടിക്കണ്ട കേട്ടോ, ഇവർക്ക് ഇവിടെ അങ്കിളും ആൻറ്റിയൊക്കെ ഇപ്പോൾ വരും, ഇവരൊക്കെ എന്തോ സദാചാരത്തിന് ഇറങ്ങിയിരിക്കുന്ന ആൾക്കാരാണ്, കണ്ടാൽ അറിയില്ലേ പക്കാ ലോക്കൽസ് എന്നൊക്കെ പറയുമ്പോഴേക്കും കൂട്ടത്തിലുള്ള ഒരുത്തൻ ആക്ട് ചെയ്തുകൊണ്ട് തന്നെ ഹരിയെ ഇങ്ങനെ അടിക്കുകയാണ്.
ശരണ്യ ഇതേ സമയം ഒരു അബോധാവസ്ഥയിൽ എന്ന പോലെ നിന്നുകൊണ്ടാണ് ഇതെല്ലാം കാണുന്നത്. ശരണ്യക്കൊന്നും ചെയ്യാനൊന്നും കഴിയുന്നില്ല. ശരണ്യ വീഴാൻ പോകുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ശരണ്യ പെട്ടെന്ന് ഇങ്ങനെ മയക്കത്തിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഇവർ ശരണ്യയെ പിടിച്ച് സോഫയിലേക്ക് ഇരുത്താണ്. ഇതെല്ലാം കണ്ടിട്ട് രോഹിത്തിന് വല്ലാത്ത പേടിയാവുന്നുണ്ട്. അപ്പോൾ രോഹിത് ഇങ്ങനെ ഒന്നിനും ഇല്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ മാറി നിൽക്കുകയാണ് കേട്ടോ. അവന് ഹരി ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളൊരു ടെൻഷനും എല്ലാം കൂടിയും വരികയാണ് കേട്ടോ. അപ്പോൾ ഇതേ സമയം ഹരിയും കൂട്ടുകാരും കൂടി അവളെ പൊക്കിയെടുത്ത് അപ്പുറത്തെ റൂമിൽ കട്ടിലിൽ കൊണ്ടുപോയി കിടത്തുകയാണ്. അപ്പോഴേക്കും ശരണ്യയുടെ ബോധമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. രോഹിത്തിന് ഇതെല്ലാം കണ്ടിട്ട് രോഹിത് ഇങ്ങനെ തലക്ക് കൈ കൊടുത്ത് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. രോഹിത്തിന് എന്തോ മാനസികമായ ഒരു ബുദ്ധിമുട്ടുകൾ തോന്നുകയാണ്. ഹരിയും കൂട്ടുകാരുമെല്ലാം ശരണ്യയെ കിടത്തിയിരിക്കുന്ന റൂമിൽ മാറി മാറി കയറുന്നുണ്ട്. അവളെ പൂർണ്ണമായും അവർ മാറി മാറി യൂസ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് രോഹിത്തിന് വല്ലാത്തൊരു ടെൻഷൻ ആവാണ്. അപ്പോൾ ഹരി വന്നിട്ട് ഇവനോട് പറയുന്നുണ്ട്, നീ പിന്നെ എന്തിനാ വന്നത്? നിനക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് എൻ്റെ പൊന്ന് രോഹിത്തെ, നീ ഈ പേടിയൊക്കെ ഒന്ന് മാറ്റി വെക്ക്, പോയി എൻജോയ് ചെയ്യടാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രോഹിത്തിന് വല്ലാത്തൊരു പേടി തോന്നുന്നുണ്ട്. അപ്പോൾ രോഹിത് ഇതേ സമയം അവരെ നിർബന്ധത്തിന് വഴങ്ങി രോഹിത് റൂമിൽ ചെല്ലുമ്പോൾ ഇവളുടെ ഈ കിടപ്പ് കാണുകയാണ് കേട്ടോ. ഒരു വസ്ത്രം പോലും ഇല്ലാതെ ശരണ്യ കിടക്കുന്നത് കാണുകയാണ്. അത് കണ്ട് പേടിച്ച് രോഹിത് വേഗം പുറത്തേക്ക് ഒച്ചെടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ രോഹിത്തിൻ്റെ പാട് കണ്ടിട്ട് ഹരിക്ക് പേടിയാവാണ്. അപ്പോൾ രോഹിത്തിനെ ചെന്നിട്ട് ഹരി, എന്താ എനിക്ക് വേഗം പോകണം, എനിക്കിതൊന്നും കാണാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്വഭാവം മാറുകയാണ്. അപ്പോൾ ഹരി പറയുന്നുണ്ട്, നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, നീ പോവാൻ നോക്കിയേ, ബാക്കിയുള്ളവൻ ഈ കിടന്ന് മുഴുവൻ കഷ്ടപ്പെട്ടത് പിന്നെ എന്തിനായിരുന്നു, നീ പോണെങ്കിൽ പോടേക്കാം എന്ന് പറഞ്ഞിട്ട് ഹരിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. രോഹിത്തിന് ഒന്നിനെയും അവൻ്റെ വഴിക്ക് കിട്ടുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ എന്നിട്ട് വീണ്ടും ശരണ്യയുടെ റൂമിൽ പോയി ശരണ്യയെ വീണ്ടും ഇവർ മാറി മാറി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരണ്യയെ വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രോഹിത്തും ഒരു മെൻ്റലി എന്തോ പ്രശ്നത്തിൽ രോഹിത്തും ഇങ്ങനെ പുറത്തിങ്ങനെ അവളുടെ ആ ഒരു സിറ്റുവേഷനും മുമ്പ് അലീനയെ അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അലീന ചെയ്തതും എല്ലാം കൂടി ഇങ്ങനെ തലയിലേക്ക് കയറിയിട്ട് ഒരു മെൻ്റലി എന്തോ പ്രോബ്ലം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ടൈമിൽ നമ്മുടെ ബാലചന്ദ്രൻ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത്. ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ അവിടെ രോഹിത് വന്നിട്ടില്ലെന്നും രോഹിത് ആ സമയം വരെ വൈജയെ കാണാനൊന്നും ഹോസ്പിറ്റലിൽ വന്നിട്ടില്ല എന്നൊക്കെ മനസ്സിലാവുമ്പോൾ കോളേജിലേക്ക് വിളിച്ചന്വേഷിക്കുകയാണ്. അപ്പോൾ അന്നത്തെ ദിവസം കോളേജിലും എത്തിയിട്ടില്ല എന്ന് ബാലചന്ദ്രന് മനസ്സിലാവാണ്. അപ്പോൾ ബാലചന്ദ്രൻ ഈ ടൈമിൽ ഇവൻ്റെ ഫോൺ ലൊക്കേഷൻ പിടിക്കുകയാണ്. ഫോൺ ലൊക്കേഷൻ പിടിച്ച് ഒരു ഫ്രണ്ട്, ഇവരെ അങ്കിളുണ്ടല്ലോ പോലീസ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി ഫോൺ ലൊക്കേഷനൊക്കെ പിടിച്ച് ഇവരുള്ള ആ ഒരു സ്ഥലത്തേക്ക് എത്തുകയാണ്. ബാലചന്ദ്രൻ അവിടെ നിന്ന് ഇവരുള്ള സ്ഥലത്തേക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ മനസ്സുകൊണ്ട് ആലോചിക്കുകയാണ്, അലീന പറഞ്ഞത് എത്ര സത്യമാണ്, അവൾക്കെല്ലാം മനസ്സിലാക്കാനുള്ളൊരു കഴിവുണ്ട്, അവൻ്റെ ഓരോ നോട്ടവും അവൻ്റെ ഓരോ ഭാവവും അവൾ എത്ര കൃത്യമായിട്ടാണ് മനസ്സിലാക്കി പറഞ്ഞത്, എവിടേക്കാണ് ഈശ്വര പോയിരിക്കുന്നത് എന്നൊക്കെ ആലോചിക്കുകയാണ്. അപ്പോൾ ഇതേ സമയം മനുവിനെ വിളിക്കുന്നുണ്ട് ബാലചന്ദ്രൻ. മനുവിനോട് ചോദിക്കുന്നുണ്ട്, മനു എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കാൻ പോകുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ടടാ എന്ന് പറയുമ്പോൾ, എന്താ അലീനയ്ക്ക് എന്തെങ്കിലും? അലീനയല്ല മോനെ പ്രശ്നം, നമ്മുടെ രോഹിത് ഇന്ന് കോളേജിലേക്ക് പോകണമെന്ന് പറഞ്ഞ് പോയിട്ട് അമ്മയെ കാണണം, കോളേജിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ പോയിരിക്കുന്നത്. അവൻ ഈ നിമിഷം വരെ കോളേജിലും പോയിട്ടില്ല, അമ്മയെയും കാണാൻ പോയിട്ടില്ല. നീ ഒന്ന് ഹരിയെക്കുറിച്ചും കൂടി ഒന്ന് അന്വേഷിക്കുമോ? എനിക്ക് എന്തൊക്കെയോ ഒരു സംശയങ്ങൾ തോന്നുകയാണ്. ഞാനിപ്പോൾ നമ്മുടെ രോഹിത്തിൻ്റെ ലൊക്കേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അവൻ്റെ ലൊക്കേഷൻ എടുത്തപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്താണ് അവൻ അവിടെ പോകേണ്ട ഒരു കാര്യമില്ല. അതേപോലെ തന്നെ ഞാൻ നമ്മുടെ ഹരിയെയും എടുത്തപ്പോൾ ഹരിയുടെ ലൊക്കേഷനും അവിടെ തന്നെ കാണിക്കുന്നുണ്ട്. എനിക്കപ്പോൾ എന്തൊക്കെയോ ഒരു സംശയങ്ങൾ തോന്നുകയാണ്. നീയും കൂടി ഒന്ന് വീട്ടിൽ വിളിച്ചിട്ട് അവൻ എവിടേക്കാണ് പോയിരിക്കുന്നത് എന്നൊക്കെ ഒന്ന് അന്വേഷിക്കുക അമ്മയുടെ അടുത്തുനിന്ന് പറയുമ്പോൾ മനു പെട്ടെന്ന് തന്നെ കമലയെ വിളിക്കുകയാണ്. അപ്പോൾ കമലയോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കമല പറയുന്നുണ്ട്, രാവിലെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് കോളേജിലേക്ക് പോയല്ലോ, പിന്നെന്താ നിനക്ക് ഇത്ര പ്രശ്നം?
നീ ഇനി അടുത്ത പ്രശ്നങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ട് അവൻ്റെ പിന്നാലെ പോയി തല്ലുണ്ടാക്കാൻ നിൽക്കല്ലേ കേട്ടോ മനു എന്ന് പറഞ്ഞിട്ട് അമ്മ കോള് കട്ട് ചെയ്യാണ്. അപ്പോൾ ഈ വിവരം തന്നെ വിളിച്ചിട്ട് ബാലചന്ദ്രനോട് പറയുകയാണ്, അങ്കിളിൻ്റെ സംശയം ശരിയാണെന്ന് തോന്നുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ അമ്മയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയെ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞത് അവൻ രാവിലെ തന്നെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് പോയി എന്നാണ്. അതുകൂടാതെ തന്നെ ഞാൻ അവൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ അവനിന്ന് കോളേജിലും എത്തിയിട്ടില്ല അങ്കിളെ, എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരാൻ പോകുന്നുണ്ട്. മനു, ഞാൻ നിനക്കൊരു ലൊക്കേഷൻ അയക്കാം, എത്രയും പെട്ടെന്ന് എമർജൻസി ആയിട്ട് നീ അവിടേക്ക് എത്തണം, ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ബാലചന്ദ്രൻ മനുവിനെ ആ ലൊക്കേഷൻ അയക്കുകയാണ്. അപ്പോൾ മനു പറയുകയാണ്, അങ്കിളെ എനിക്ക് ഇവിടെ നിന്ന് അടുത്താണ്, അങ്കിൾ എത്തുമ്പോഴേക്കും ഞാനും എത്തിയിട്ടുണ്ടാവും കേട്ടോ എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യാണ്. അപ്പോൾ ഒരു അരമണിക്കൂറിനുള്ളിൽ ബാലചന്ദ്രൻ അവിടേക്ക് എത്തുന്നുണ്ട്. പിന്നാലെ തന്നെ മനുവും എത്തുന്നുണ്ട്. അപ്പോൾ രണ്ടാളും കൂടി അവിടെയൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല, കാരണം ഒരു റബ്ബർ തോട്ടമാണല്ലോ മൊത്തത്തിൽ. അപ്പോൾ അതിൻ്റെ നടുവിലായിട്ട് ആയ വീട് അവർ കാണുന്നുണ്ട്. അപ്പോൾ ആ വീട് ലക്ഷ്യമാക്കി ചെല്ലുമ്പോൾ മുറ്റത്ത് കാർ പോർച്ചിൽ ഒരു എന്തൊക്കെയോ ഒരു മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ടോടു കൂടി രോഹിത് ഇരിക്കുന്നത് കാണുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ഇവനിതെന്താ പറ്റിയേ എന്ന് പറഞ്ഞിട്ട് രോഹിത്തിനെ ചെന്ന് പിടിക്കുമ്പോൾ രോഹിത് എന്തൊക്കെയോ ഇങ്ങനെ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനു അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. മനു കയറി ചെല്ലുമ്പോൾ മനു കാണുന്ന കാഴ്ച, അവരൊരു 2-3 പേര് കൂടി ഇരുന്ന് ഹാളിൽ തന്നെ ഇരുന്ന് വെള്ളടിക്കുകയാണ്. ആ 3 പേർക്കും മനുവിനെ കണ്ടിട്ട് ഒരു സ്വബോധം എന്ന് പറയണതില്ല. അപ്പോൾ മനു അവിടെ ഹരിയെ കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഹരിയെ കാണാഞ്ഞിട്ട് അവനായ വീടിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ നടന്നു നോക്കുമ്പോൾ ഒരു റൂം പെട്ടെന്ന് ഇങ്ങനെ പതിയെ ചാരി ഇട്ടിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ അവന് ആകെ ഷോക്കാവുകയാണ്. കാരണം ഒരു വസ്ത്രം പോലും ഇല്ലാതെ ശരണ്യയെ വല്ലാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ കാണുകയാണ്. അപ്പോൾ ഹരിയെ അവിടെ കാണുന്നില്ല. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അവൻ പെട്ടെന്ന് ഇങ്ങനെ അവനെ ഒച്ചെടുക്കുകയാണ്, അങ്കിളെ ഓടിവായോ എന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും ബാലചന്ദ്രനകത്ത് കോടി ചെല്ലുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ ഹരിയും ഒരു ബോധമില്ലാത്ത രീതിയിൽ അവിടെ കിടക്കുന്നുണ്ടാവും. പെട്ടെന്ന് തന്നെ ബാലചന്ദ്രൻ ആ കുട്ടിയുടെ ദേഹത്ത് ഡ്രസ്സൊക്കെ എടുത്തിട്ട് അവർ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ മനു പറയുന്നുണ്ട്, അങ്കിളെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇതിപ്പോൾ ആകെ ഒരു പ്രശ്നമായി മാറിയല്ലോ, ഇതിപ്പോൾ എങ്ങനെയാണ് ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോവുക, എനിക്ക് ആകെ പേടിയാവുകയാണ്. ഇവരെല്ലാവരും കൂടി ഈ കുട്ടിയെ ബ്രൂട്ടലി റേപ്പ് ചെയ്തിട്ടുണ്ട്, വല്ലാത്തൊരു അവസ്ഥയിലാണ് ആ കുട്ടിയുടെ സിറ്റുവേഷൻ. ഇനിയിപ്പോൾ എങ്ങനെയാണ് അങ്കിളെ നമ്മൾ എന്താ ചെയ്യുക, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, രോഹിത്തിൻ്റെ അവസ്ഥ വളരെ മോശമാണ്, രോഹിത്തിന് മാനസികമായിട്ടെന്തോ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്, അവന് നമ്മളൊന്നും മനസ്സിലാവുന്നില്ല, അവനൊരു മാനസിക വിഭ്രാന്തിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. ആയ സമയത്ത് തന്നെ ഇവർ വേഗം ആ കുട്ടിയെ പൊക്കിയെടുത്ത് ഇവരെ കാറിൽ കിടത്തി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവർ ആംബുലൻസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാതി വഴിയെന്ന് ആംബുലൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ഈ കുട്ടീനെ. അപ്പോൾ മനുവും ബാലചന്ദ്രൻ സ്വന്തം കാറിലും മനു ഈ കുട്ടിയോടൊപ്പം ആംബുലൻസിലും. അപ്പോൾ ബാലചന്ദ്രൻ്റെ കാറിൽ രോഹിത്തിനെ കയറ്റിയിട്ടുണ്ടായിരുന്നു. ഹരിയൊന്നും വിളിച്ചിട്ടില്ല, കാരണം അവരൊക്കെ മദ്യപിച്ച് വളരെ മോശം സിറ്റുവേഷനിലായിരുന്നു അവിടെ. അപ്പോൾ ബാലചന്ദ്രനെ അറിയുന്ന ഒരു ഫ്രണ്ടുള്ള ഹോസ്പിറ്റലാണല്ലോ നമ്മുടെ വൈജ അഡ്മിറ്റ് ആയിരിക്കുന്നത്, അതേ ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് ഈ കുട്ടിയും കൊണ്ടുവരുന്നത്. അപ്പോൾ ആ പരിചയമുള്ള ഡോക്ടറെ വിളിച്ചിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, നമ്മളിപ്പോൾ ആ കുട്ടിയെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്, വേറൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ ഒന്ന് ആ കുട്ടിയെ ട്രീറ്റ് ചെയ്യണം, എന്താണ് ആ കുട്ടിയുടെ അവസ്ഥ എന്ന് ഒരു പിടിയുമില്ല, ഒട്ടും ബോധമില്ല ആ കുട്ടിക്ക് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ മനു വല്ലാത്തൊരു വിഷമത്തിലാണ് കേട്ടോ. കാരണം ഇത്രയൊക്കെ ആയിട്ടും തന്നെ അനിയന്മാരെ തനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ലല്ലോ, ഒരു പെൺകുട്ടിയുടെ ഭാവി ഇവരെല്ലാവരും കൂടി ഇങ്ങനെ നശിപ്പിച്ചിരിക്കുകയല്ലേ എന്നൊക്കെ ആലോചിച്ച് മനുവിന് വല്ലാത്ത ടെൻഷനാവുകയാണ്. അപ്പോൾ ഹോസ്പിറ്റലിലെത്തി പെട്ടെന്ന് തന്നെ കുട്ടിയെ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ കുട്ടിയെ പരിശോധിച്ചതിന് ശേഷം പുറത്തേക്ക് വന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട്, ബാലചന്ദ്രൻ വളരെ മോശം സിറ്റുവേഷനാണ്, ഇത് നമുക്ക് കേസാക്കാതിരിക്കാൻ പറ്റില്ല, കാരണം ആ കുട്ടിയുടെ അവസ്ഥ അത്രയും മോശമാണ്, ബാക്ക് ടു ലൈഫ് തിരിച്ച് ആ കുട്ടി ജീവിതത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഒന്നാമത്തെ കാര്യം അവരൊരു 3-4 പേര് കൂടി ആ കുട്ടിയെ
നശിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, വളരെ വളരെ ദോഷം ചെയ്യുന്ന ഒരു മയക്കുമരുന്നാണ് ആ കുട്ടിയുടെ ഉള്ളിലേക്ക് എത്തിയിരിക്കുന്നത്. അത് ആ കുട്ടിയുടെ എന്തെങ്കിലും ഒരു ഭാഗത്തെ അത് എന്തായാലും ബാധിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമുക്കിത് കേസാക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ മനുവിനെ നോക്കുന്നുണ്ട്. മനുവിനോട് ചോദിക്കുന്നുണ്ട്, മനു ഇപ്പം എന്താ നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട്, അങ്കിളെ ഇതിൽ ഹരിയും ഫ്രണ്ട്സുമാണ് ഇതിൽ കുറ്റക്കാർ. അങ്കിള് രോഹിത്തിൻ്റെ അവസ്ഥ കണ്ടതല്ലേ, അവർ രോഹിത്തിനെയും കൂടിയും കൊടുക്കാൻ ശ്രമിച്ചതാണ്. നമുക്ക് ഹരിയുടെയും ഫ്രണ്ട്സിൻ്റെയും പേരിൽ നമുക്ക് കേസ് കൊടുത്തേ പറ്റൂ, അല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്നുമല്ല സംഭവിക്കാൻ പോകുന്നത്. അങ്കിളിനറിയാലോ, ഇതിനു മുമ്പ് അലീനയുടെ കാര്യത്തിൽ നമ്മൾ കണ്ണടച്ചതാണ്. ഇതൊക്കെ വരാനുണ്ടായ കാരണം. ഇത് ഇനിയും ഇങ്ങനെ വിട്ടുകൊടുത്താൽ ശരിയാവില്ല. അങ്കിള് ഡോക്ടറോട് കേസാക്കിക്കോളാൻ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയാണ്, ഇത് നമ്മളല്ലേ മനു എല്ലാവരും കുറ്റം പറയുക, നമ്മൾ എന്താ പറയുക, നമ്മളാരെയും അറിയിക്കാതെ നമ്മളൊരു തീരുമാനം എടുത്തെന്ന്. അങ്കിൾ എന്താ ഈ പറയുന്നത്? ആ കുട്ടി ഇപ്പോൾ വേറെ ആരെങ്കിലും ആണ് ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതെങ്കിൽ ഇത് തന്നെയല്ലേ സംഭവിക്കുക? പിന്നെ നമ്മുടെ കയ്യിൽ നമുക്ക് അങ്കിളിന് സംശയം തോന്നി, അങ്കിൾ ഇവിടെ വരെ കാര്യങ്ങൾ എത്തിച്ചത് കൊണ്ടാണ് നമുക്ക് തന്നെ ആ കുട്ടിയെ ഇവിടേക്ക് എത്തിക്കാൻ പറ്റിയത്. അപ്പോൾ അതെന്തായാലും അവരോട് കേസ് കൊടുത്തോളാൻ പറയൂ അങ്കിളെ, നമുക്കിനി ആരെ മുഖവും നോക്കേണ്ട കാര്യമില്ല. അങ്കിളിന് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പോയി പറയാം ഡോക്ടറോട് എന്ന് പറഞ്ഞിട്ട് മനു തന്നെ മുന്നോട്ട് ചെല്ലുകയാണ്. മനു പറയാണ്, ഇങ്ങനെ ഡോക്ടറെ ഞാൻ അഡ്രസ്സുകൾ എഴുതി തരാം, ഇന്ന പേരൊക്കെയാണ് കുട്ടിയെ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്, ഡോക്ടർ എന്തായാലും കേസ് എടുത്തോളൂ എന്ന് പറയുകയാണ്. ബാലചന്ദ്രൻ അപ്പോൾ ഈ സമയത്ത് അലീനയെ വിളിക്കുന്നുണ്ട്. അലീനയോട് പറയുന്നുണ്ട്, അലീനെ മോളെ, ആകെ ഒരു പ്രശ്നത്തിലാണ്, ഇങ്ങനെ നീ പറഞ്ഞതൊക്കെ സത്യമായിരുന്നു, ഞാനതിനെ പിന്നാലെ സഞ്ചരിച്ചെത്തിയത് വളരെ മോശം ഒരവസ്ഥയിലേക്കാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അലീനയ്ക്ക് വല്ലാത്ത ഷോക്കാവുകയാണ് കേട്ടോ. അലീന പറയുകയാണ്, അച്ഛാ അന്ന് നമ്മൾ ചെയ്തത് തെറ്റായിപ്പോയില്ലേ, അന്ന് നമ്മൾ കേസ് കൊടുക്കണമായിരുന്നു അല്ലേ ഇവരെ പേരിൽ. ഇപ്പോൾ എൻ്റെ സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടി ചതിക്കപ്പെട്ടില്ലേ അച്ഛാ, എന്താ ഇനിയിപ്പോൾ ചെയ്യുക, ആ കുട്ടിക്ക് ഇനി ജീവിതം തിരിച്ച് കിട്ടുമോ എന്നൊക്കെ ചോദിച്ച് അലീന കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അലീന കരയുമ്പോൾ ഈ സമയത്ത് കൃഷ്ണമോൾ വന്നിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോളോട് അലീന പറയാണ്, വായോ നമുക്ക് പെട്ടെന്ന് അച്ഛൻ്റെ അടുത്ത് എത്തണം, അച്ഛൻ്റെ അവസ്ഥ വളരെ മോശമാണ്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് പറയുമ്പോൾ ബബിത പറയുന്നുണ്ട്, ഞാനും വരാം എന്ന് പറഞ്ഞിട്ട് ഇവർ മൂന്നാളും കൂടി ഒരു ഊബർ ബുക്ക് ചെയ്ത് ഇവർ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇവർ ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ ബാലചന്ദ്രൻ്റെ കാറിൽ ഇവനെ കിടക്കുന്നത് കാണുകയാണ്. അപ്പോൾ ഇവനിങ്ങനെ എന്തൊക്കെയോ പിച്ചും പേയുമ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡോറ് തുറന്നിട്ട് ബബിത, രോഹിത്തെ നീ എന്താ പറയുന്നത്, നിനക്ക് എന്താ സംഭവിച്ചേ, എടാ നീ എന്തിനാ ഇങ്ങനെ, എന്താ നിനക്കിങ്ങനെ പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ബബിത ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് അലീനയും കൃഷ്ണമോളും ബാലചന്ദ്രനെയും മനുവിനെയും കണ്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ഇവർ സംസാരിക്കുന്നത് കേസ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അയ്യോ അതെന്തിനാ നമ്മൾ കേസ് കൊടുത്തേ, നമ്മൾക്ക് കേസ് കൊടുത്താൽ രോഹിത്തും പെടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതെന്താടി നിനക്കാണ് അങ്ങനെ സംഭവിച്ചതെന്നുണ്ടെങ്കിൽ ഞങ്ങളിങ്ങനെ കണ്ണടയ്ക്കണമായിരുന്നോ, ആ കിടക്കുന്നത് നിന്നെപ്പോലെ തന്നെ ഒരു പെൺകുട്ടിയാണ്, ചതിച്ച് കൊണ്ടുപോയതാണ് അവനാണത് ഹരി, അല്ലാതെ വേറെ ആരുമല്ല എന്ന് പറയുമ്പോൾ ബബിതയ്ക്ക് ഇങ്ങനെ അരിശം വരികയാണ് കേട്ടോ. ബബിതയ്ക്ക് മുന്നേ അവനോടൊരു ദേഷ്യം ഉണ്ടല്ലോ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, അച്ഛാ അപ്പോൾ രോഹിത്തും ഇതിൽ പെടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ മനു പറയുന്നുണ്ട്, ഇതിൽ അവൻ പെട്ടിട്ടില്ല, പക്ഷേ അവനും ആ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവിടെയുള്ള ക്യാമറയൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ അവൻ പെടും, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ അവൻ പെടില്ല മോളെ, കാരണം അവനിപ്പോൾ വല്ലാത്തൊരു ഷോക്കിലാണ്, അവൻ എന്തൊക്കെയോ കണ്ട് പേടിച്ചിട്ടുണ്ട്, അവന് ഇതൊന്നും ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ടായിട്ടില്ല, അതുകൊണ്ട് തന്നെ അവൻ്റെ മാനസിക നില തെറ്റിയിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മനു പറയുകയാണ്, അയ്യോ അങ്കിളെ അവൻ കാറിലല്ലേ, നമ്മൾ അവൻ്റെ കാര്യം മറന്നുപോയി, നമുക്ക് ഡോക്ടറെ ഒന്ന് കാണിക്കാം അവനെ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ മനുവും ബാലചന്ദ്രനും കൂടി രോഹിത്തിനെ കാറിൽ നിന്നും ഹോസ്പിറ്റലിലേക്ക് ഇങ്ങോട്ട് അകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ റൂമിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ഡോക്ടർ കാഷ്വാലിറ്റിയിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പോയി അവനെ പരിശോധിച്ച് തിരിച്ച് വന്നിട്ട് ബാലചന്ദ്രനോടും മനുവിനോടും പറയുന്നുണ്ട്, ആ കുട്ടിക്ക് എന്തോ ഷോക്ക് ഏറ്റിട്ടുണ്ട്, ആ കുട്ടി എന്തോ മാനസിക വിഭ്രാന്തിയിലാണ്, ഞാനിപ്പോൾ സഡേഷനുള്ളൊരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്, എന്താ കുട്ടി കണ്ട് പേടിക്കാനുണ്ടായ കാരണം, ആ കുട്ടി ഈ പെൺകുട്ടിയുടെ സിറ്റുവേഷൻസ് എന്തെങ്കിലും കണ്ടോ, ഇവൻ്റെ കാമുകിയെങ്ങാനും ആണോ ഇനി ആ കുട്ടി എന്നൊക്കെ ചോദിക്കുമ്പോൾ
എന്താ സംഭവിച്ചതെന്ന് അറിയില്ല ഡോക്ടർ. ഞങ്ങൾ ഈ കുട്ടിയെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കാണുമ്പോൾ അവൻ്റെ അവസ്ഥ ഇത് തന്നെയായിരുന്നു. എന്താ സംഭവിച്ചതെന്നുള്ളത് ഇനി ഇവരിലായിരിക്കെങ്കിലും ഒരു ബോധം തെളിയുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ അങ്ങനെ നമുക്ക് ഊഹിച്ചൊന്നും പറയാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ്. ബാലചന്ദ്രനോടൊപ്പം ഇതേ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട്, ബാലചന്ദ്രൻ നമ്മുടെ സ്റ്റേഷനിൽ നിന്ന് SI ഒക്കെ വരുന്നുണ്ട്. ഇത് വലിയൊരു വാർത്തയായി മാറിയിരിക്കുകയാണ്. കാരണം ഈ കുട്ടിക്ക് 18 വയസ്സൊന്നും ആയിട്ടില്ലെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് പോസ്കോ കേസായി മാറാനാണ് സാധ്യത. ഇത് നമ്മുടെ കയ്യിലൊന്നും നിൽക്കില്ല. 3-4 പേര് കൂടിയിട്ടാണ് ആ കുട്ടിയെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത്. എനിക്കിത് കൂടാതെ വേറെ ഒന്നും പറയാനില്ല ബാലചന്ദ്രൻ. എൻ്റെ ഭാഗത്തുനിന്ന് വേറെ ഒരു ഹെൽപ്പും ചെയ്യാൻ കഴിയില്ല. ആ കുട്ടിക്ക് ഇപ്പോഴും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ആ കുട്ടിയുടെ അവസ്ഥ എന്തായി മാറുന്ന നമുക്ക് കണ്ട് മാത്രമേ അറിയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അലീനയ്ക്കൊക്കെ വളരെ വിഷമം തോന്നുകയാണ് കേട്ടോ. കാരണം അവരെപ്പോലെ തന്നെ ഒരു പെൺകുട്ടിയല്ലേ. അപ്പോൾ അവിടെ സ്റ്റേഷനിൽ നിന്ന് SI ഒക്കെ വന്ന് ബാലചന്ദ്രനോടും മനുവിനോടും ഒക്കെ കാര്യങ്ങൾ തിരക്കുന്നുണ്ട്. അപ്പോൾ ഇവർ കാര്യങ്ങൾ സംഭവിച്ചതുപോലെയൊക്കെ ഇവർ പറയുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഡോക്ടറോട് ചെന്നിട്ട് ശരണ്യയെ കണ്ട് മൊഴിയെടുക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഒരു കാരണവശാലും ലോകത്തേക്ക് കയറാൻ പറ്റില്ല. ആ കുട്ടിക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ആ കുട്ടി വരുമ്പോൾ തന്നെ സഡേഷനിലായിരുന്നു. ആ കുട്ടിക്ക് അകത്തേക്ക് വളരെ വലിയ അളവിൽ തന്നെ ആ കുട്ടിക്ക് മയക്കുമരുന്ന് ചെന്നിട്ടുണ്ട്. അതിൽ നിന്നൊന്നും ആ കുട്ടി മോചിതയായിട്ടില്ല എന്ന് പറയുകയാണ്. ബാലചന്ദ്രൻ മനുവിനോട് പറയുന്നുണ്ട്, ആ കുട്ടിയുടെ വീട്ടിൽ വിവരം അറിയിക്കണം മനു. എങ്ങനെ ഇപ്പം അറിയിക്കുക, എവിടെയുള്ളതാണ് ഈ കുട്ടിയെന്ന് എന്തെങ്കിലും അറിവുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മനു പറയുന്നുണ്ട്, ഇത് മഞ്ജിമയ്ക്ക് എന്തെങ്കിലും അറിയാൻ പറ്റുമെന്ന് ചോദിക്കുക അങ്കിളെ. അല്ലാതെ ഇപ്പം എങ്ങനെയാണ് അറിയാൻ പറ്റുക? ഞാൻ എന്തായാലും ഒന്ന് വീട്ടിൽ അച്ഛനെയും ചെറിയച്ഛനെയൊക്കെ ഒന്ന് വിളിച്ച് വിവരം പറയട്ടെ. അവരും കൂടി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണല്ലോ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ SI ഒക്കെ പോയിട്ട് അവരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യാനാണ് സാധ്യത. അങ്ങനെയാണ് ഇപ്പോൾ അവർ പറഞ്ഞിട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഇനി ഇപ്പോൾ എന്തായാലും റിപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ ലൈവായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ ഒന്ന് വിളിച്ച് പറയട്ടെ, അമ്മനോടും കൂടി ഒന്ന് പറയട്ടെ. അമ്മയ്ക്ക് ഇന്ന് രാവിലെ ഞാൻ വിളിച്ചപ്പോൾ പോലും അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനായിരുന്നു അമ്മയ്ക്ക് തിരക്ക്. ഞാൻ എന്തോ അവനെ കുറ്റപ്പെടുത്തുന്നത് പോലെ. മനു ചെറിയച്ഛനെയൊക്കെ ഫോൺ ചെയ്യാൻ പോയ സമയത്ത് തന്നെ ബാലചന്ദ്രൻ രോഹിത്ത് കിടക്കുന്ന റൂമിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ രോഹിത്ത് നല്ല സഡേഷനിലായിരുന്നു. രോഹിത്തിനും വല്ലാത്തൊരു മാനസിക വിഭ്രാന്തി വന്ന് പെട്ടിട്ടുണ്ട്. അപ്പോൾ രോഹിത്തിനെ കണ്ട പാടെ തന്നെ ബാലചന്ദ്രന് വല്ലാത്ത വിഷമം തോന്നുകയാണ്. എത്ര പറഞ്ഞിട്ടും മനസ്സിലായില്ല. താൻ ഇന്നലെ പോലും പറഞ്ഞതാണ് അവരെയൊക്കെ കൂട്ടുകെട്ടിൽ നിന്നും പിന്മാറണമെന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് ബാലചന്ദ്രൻ ശരണ്യ കിടക്കുന്ന ICUവിൻ്റെ ഫ്രണ്ടിൽ വന്ന് ശരണ്യയെ നോക്കുന്നുണ്ട്. എൻ്റെ മക്കളെ പോലെ ഒരു പെൺകുട്ടിയല്ലേ, എൻ്റെ മകൻ ഉൾപ്പെടെ എൻ്റെ മകൻ പെട്ടിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ബാലചന്ദ്രൻ ശരണ്യയോട് ഇങ്ങനെ മനസ്സുകൊണ്ട് മാപ്പ് പറയുകയാണ് കേട്ടോ. കാരണം അന്ന് ഹരിയും രോഹിത്തും അലീനയ്ക്ക് നേരെ കാണിച്ചു കൂട്ടിയ വേണ്ടാത്തരങ്ങൾ അന്ന് ബാലചന്ദ്രൻ കണ്ടുപിടിച്ചതാണ്. ബാലചന്ദ്രൻ അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ശരണ്യയ്ക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നല്ലോ എന്നൊരു കുറ്റബോധമാണ് ഇപ്പോൾ ബാലചന്ദ്രന്. അപ്പോൾ ബാലചന്ദ്രൻ മനസ്സുകൊണ്ട് അവളോട് പറയുന്നുണ്ട്, ഇതിന് പിന്നിൽ ആരൊക്കെ മക്കളുണ്ടായിരുന്നാലും ശരി, നിൻ്റെ അച്ഛൻ എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ അവർക്കെതിരെ ഞാൻ പ്രവർത്തിച്ചിരിക്കും. ഇതൊരച്ഛൻ്റെ വാക്കാണ്. ഒരിക്കൽ തെറ്റ് ചെയ്തു പോയി എന്ന കുറ്റബോധം കൊണ്ട് മാത്രമല്ല, ഇവനെപ്പോലെയൊക്കെ ഒരു ആൺമക്കളെ വളർത്തിപ്പോയല്ലോ എന്നൊരു കുറ്റം കൊണ്ടും കൂടി. മനു വന്ന് ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, അങ്ങളെ SIയുടെ കോൾ ഉണ്ടായിരുന്നു. അവിടെ നിന്നും അവരെ 4 ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇനി എങ്ങനെയാണ് രോഹിത്തിൻ്റെ കാര്യങ്ങളെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അങ്ങളെ. അവൻ ആ ഹരി രോഹിത്തിനെതിരെ മൊഴി കൊടുക്കുകയോ അല്ലെങ്കിൽ അവർ കൂട്ടുകാരന്മാർ തന്നെ രോഹിത്തും കൂടി ഉണ്ടായിരുന്നു എന്നുകൂടി പറഞ്ഞാൽ രോഹിത്തിനെ വന്ന് അവർ അറസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എന്താ ഇപ്പം നമ്മൾ ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, തെറ്റ് ചെയ്തവരാരായാലും മനു ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. അതിൽ നമ്മളാരും തടുത്തിട്ട് ഒരു കാര്യവുമില്ല. മറ്റൊരു എപ്പിസോഡുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.